ഇനിയിപ്പോൾ എണ്ണയിൽ പൊരിച്ച പലഹാരം എന്നുള്ള പരാതിയൊന്നും വേണ്ടത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് തേങ്ങയിലേക്ക് വലിയ ജീരക ഉള്ളിയും കൂടി ഒന്ന് ഒതുക്കിയെടുക്കാം. 1 കപ്പ് വറുത്തരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഉപ്പിട്ടിട്ട് തിളച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ആ ഒതുക്കിയെടുത്ത തേങ്ങാ മിക്സ് ഉണ്ടല്ലോ അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചിത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കുറച്ച് കൂടുതൽ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസാല കൂടുതൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഉപയോഗിക്കാമല്ലോ. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് പുരട്ടി വെക്കാം. എന്നിട്ട് നല്ല ചൂടായ വെളിച്ചെണ്ണയിൽ തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാവേ. ഇനി അതേ പാനിലേക്ക് തന്നെ 3 സവാള, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താണ് അവസാനം കുറച്ച് മല്ലിയിലയും നമ്മൾ പൊടിച്ചെടുത്ത ചിക്കനും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡിയാണ് കേട്ടോ. ഇനി നമ്മൾ ആ കുഴച്ച് വെച്ച പൊടിയിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇത് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് നടുവിലായിട്ട് ഫില്ലിങ് വെച്ചിട്ട് എന്നിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാവേ. ഉരുട്ടിയെടുത്തതിന് ശേഷം ഞാൻ നല്ല പച്ച തേങ്ങയുടെ പീര ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലിട്ടിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്തിട്ട് നമുക്കത് ഇതൊന്ന് ആവിയിൽ സ്റ്റീം ചെയ്തെടുക്കാം. വാഴയിലയുടെ പുറത്ത് വെച്ച് സ്റ്റീം ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ്, ആ വാഴയിലയുടെ ടേസ്റ്റ് കൂടി കിട്ടും കേട്ടോ. ഓക്കെ, നല്ല അടിപൊളിയല്ലേ നമ്മുടെ ഉണ്ടപ്പുട്ടാണ് കേട്ടോ. ചിക്കൻ ഫില്ല് ചെയ്ത ഉണ്ടപ്പുട്ടാണ്. അപ്പോൾ മലബാറുകാരൊക്കെ ഉണ്ടാക്കുന്നത് പുഴുങ്ങലരി കൊണ്ടാണ് കേട്ടോ. എൻ്റെ ഈ പുഴുങ്ങലരി ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫോളോ ചെയ്ത് കൂടെ കൂട്ടാനും മറക്കരുത്.